തലശ്ശേരിയിലെ എരഞ്ഞോളിയിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPIM എന്ന് നാട്ടുകാർ. പ്രദേശത്ത് സ്ഥിരം ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് മരിച്ചയാളുടെ അയൽവാസി. എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിരുന്നു. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ. കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് VD സതീശൻ. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെന്ന മുഖ്യമന്ത്രി. തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് നാടൻ ബോംബ് കണ്ടെത്തി. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിലും കയ്യേറ്റമൊഴിപ്പിക്കലിലും ഇടപെട്ട് ഹൈക്കോടതി. സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ സർക്കാരിന് നിർദ്ദേശം. നേരത്തെ നൽകിയ പട്ടയങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും. കസ്റ്റഡി കാലാവധി ജൂലൈ 3 വരെ നീട്ടി. അഴിമതിയിൽ കേജ്രിവാളിന് നിർണായക പങ്കെന്ന ED. വിനോദ് ചൌഹാന്റെ കസ്റ്റഡിയും ജൂലൈ 3 വരെ നീട്ടി. ഉവൈ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിച്ച നിയമസഭ. മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ കേന്ദ്രത്തെ പ്രതിഷേധം അറിയിച്ച് കേരളം. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. അനുമതി നിഷേധിച്ചതിന് ശരിയല്ലെന്ന പ്രതിപക്ഷ നേതാവ്. പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പായെന്ന് ഭർത്താവ് രാഹുൽ ഹൈക്കോടതിയിൽ. ഭാര്യയുമായി പ്രശ്നങ്ങളില്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യം. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. T20 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ പോരാട്ടം അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. മത്സരം രാത്രി 8 മണിക്ക് ആന്റിഗ്വയിൽ.